വളരെ കുറച്ച് നെയ്യും എണ്ണയും ഉപയോഗിച്ച് ഒരു ബ്രെഡ് ചിക്കൻ പോള നമുക്കുണ്ടാക്കാം. അതിനായി ഒരു സവാളയും പകുതി ക്യാപ്സിക്കവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പി വെച്ച് ഒരല്പം എണ്ണ, ഒരു 1.5 ടീസ്പൂൺ വേണം. ഇത്ര എണ്ണയെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാട് എണ്ണയും നെയ്യും ഒന്നും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലൊത്തിടാം. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലോട്ടിടാം. ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. ഇതും കൂടെ ഇതിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ഇടാം. ഇനി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതിടാം. നന്നായൊന്ന് വഴറ്റാം. നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. നന്നായൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ. നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇടാം. ചിക്കൻ ഫ്രൈ ചെയ്ത് ഗ്രൈൻഡ് ചെയ്തതാണ് ഇതിടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലേശം മല്ലി ഇല ഇടാം. അതുകൊണ്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം. ഞാനൊരു 7 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് കട്ട് ചെയ്ത ബ്രെഡിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പാലൊഴിക്കാം. ഇതിനകത്ത് ഇതിലേക്കൊരു 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരല്പം 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ചുറ്റിക്കാം. നമ്മൾ ബ്രെഡ് കുതിർത്ത് വെച്ചിരുന്നത് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ മിക്സിങ് ഇതിലോട്ട് വയ്ക്കാം. നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചതിൻ്റെ ഹാഫ് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഫുള്ള് കവർ ചെയ്ത് ഇടാം. ഇതുപോലെ ഫുള്ള് കവർ ചെയ്ത് നമുക്ക് ബാക്കി പകുതി ഇതുപോലെ അടുത്ത ലെയറായിട്ട് ഇടാം. ഇനി നമ്മൾ ബാക്കി ചിക്കൻ ഇതിലോട്ട് ഇടാം. ഇതുപോലെ ഫുള്ള് കവർ ചെയ്തിടാം. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 10 ചെറുതായി സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിടാം. നല്ല നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതുപോലെ ഒരു 2 മിനിറ്റ് കൂടെ
ഒന്ന് ഒരു സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് നമുക്കൊന്നും കൂടി അടച്ചു വയ്ക്കാം. അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമുക്കൊന്ന് തിരിച്ചിടാം. ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഡിന്നറിന് ഇത് ധാരാളം മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കേ, ബൈ ബൈ.